എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും പതുപോലെ നല്ല കിടിലൻ ഡിസൈൻസാണ്. 3 രൂപേൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ലാൽജിവാല ബ്രാൻഡിൻ്റെ 3 രൂപേൻ്റെ കളക്ഷൻസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 160 പ്ലസ് GST ആണ്. ഹോൾസെയിൽ റേറ്റാണ് പറഞ്ഞത്. ഹോൾസെയിൽ റേറ്റിന് കിട്ടാൻ വേണ്ടി എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസസ് ആണ് കേട്ടോ. പിന്നെ ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കൊന്നും വേണ്ട. എല്ലാവർക്കും മെസ്സേജ് കഴിഞ്ഞാൽ ഡിസൈൻസ് എല്ലാം അയച്ചു തരാം. നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറാണ് ഹോൾസെയിലിൻ്റെ നമ്പർ. ഹോൾസെയിലായിട്ട് വേണ്ടവർ ആ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നിങ്ങളുടെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നിങ്ങൾക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. ഹോൾസെയിലാണ് നമ്മുടെ മെയിൻ ബിസിനസ് വരുന്നത്. റീറ്റെയിൽ നമ്മൾ കുറച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റീറ്റെയിലായിട്ട് വേണ്ടവർ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ഹോൾസെയിലായിട്ട് വേണ്ടവർ ഷോപ്പിൽ നേരിട്ട് വരാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു വീഡിയോയുടെ ലിങ്കും ഉണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് സംസാരിച്ചോ. മാക്സിമം കോൾസ് ഒന്ന് കുറയ്ക്കാൻ നോക്കണം. തിരക്കുള്ളതുകൊണ്ടാണ് കോൾസ് കുറയ്ക്കാൻ നോക്കണം എന്ന് പറയുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ 3:20 വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയെന്ന് അറിയാം. 3:20 കുറച്ചധികം ഷോർട്ടേജ് ആയിരുന്നു. നമ്മുടെ അടുത്തുനിന്ന് മാത്രമല്ല, മൊത്തത്തിലൊരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു 3:20. അപ്പോൾ 3:20 ഇപ്പോൾ കിട്ടി. എന്നാലും ഒരുപാട് ദിവസങ്ങൾ ഇനിയുണ്ടല്ലോ, നമുക്ക് ദിവസങ്ങൾ ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ കൊറിയറിൽ എടുക്കുന്നതാണെങ്കിൽ ഒരു ദിവസം, വേറെ എങ്ങോട്ടേലൊക്കെ 2 ദിവസം അങ്ങേയറ്റം. പക്ഷേ എല്ലാ സ്ഥലത്തേക്കും ഒരു ദിവസം കൊണ്ട് ഡെലിവറി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുക. വേണ്ടവർ മെസ്സേജ് ചെയ്യുക, ഐറ്റം പർച്ചേസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഫ്രീ സമയത്താണ് നമ്മൾ ഇത് വീഡിയോ ഒക്കെ ചെയ്തു പോകണം കേട്ടോ. അപ്പോൾ അത് കാരണം എന്തെങ്കിലുമൊക്കെ സൗണ്ടിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും, വീഡിയോയിൽ ചെറിയൊരു ഗ്ലിച്ചൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. മാക്സിമം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ടോ. ഡേ ബൈ ഡേ നമ്മൾ ഓരോ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം, ഒരു ഓർഡർ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോളിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. വാട്സാപ്പിൽ ആരും കോൾ ചെയ്യരുത് കേട്ടോ. ഈ വാട്സാപ്പിൽ കോൾ ചെയ്യുന്നത് നമുക്ക് ശരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വർക്കിങ്ങിനെ. ഇപ്പം ചിലരൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അപ്പോൾ ഇരുന്ന് മിസ് കോൾ അടിക്കും. അങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീണ്ടും ഫോൺ ഡയൽ ചെയ്യും. ഇപ്പം നിങ്ങളൊരു ഡയൽ ചെയ്യുമ്പം 3 ഫോണുകളൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് റിങ് ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾ കോൾ ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ. ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിങ്ങും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ്, ഇത് 3 വഴിയും നമ്മൾ ഐറ്റംസ് അയക്കുന്നുണ്ട്. പിന്നെ 3 രൂപേൻ്റെ മെറ്റീരിയലിന് വെയിറ്റ് കൂടുതലാണ്, അത് ഗ്രാംസ് കൂടുതലാണ്. അത് കാരണം 3 രൂപേൻ്റെ ഐറ്റംസ് അയക്കുമ്പോൾ റേറ്റിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യ പോസ്റ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് നമ്മൾ ആദ്യം കൂടി പറയുകയാണ്. വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ്, അല്ലാതെ വേറെ ആയിട്ടൊന്നുമല്ല. നമ്മളിപ്പം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങളിപ്പോൾ 10 പീസ് മിനിമം നമ്മൾ എടുക്കാൻ പറഞ്ഞാലും നിങ്ങൾ എപ്പോഴും ഒരു 25 പീസ് എന്നുള്ളതാണ് നമ്മുടെ റെക്കമെൻഡേഷൻ. എന്നുവെച്ചാൽ ആ ഒരു നമ്പറിൽ കൊറിയർ ചാർജിൽ കുറച്ചധികം കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ആ ഒരു എണ്ണം പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞാൽ പാഴ്സൽ തന്നെയാണ്. നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതും പാഴ്സലിൽ തന്നെ എടുക്കാനാണ്. പാഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ റേറ്റാണ്, ഒരു ഫ്ലാറ്റ് റേറ്റ്. ആ റേറ്റിനകത്ത് നിങ്ങൾക്ക് ഏകദേശം 100-120 പീസ് വരെ എടുക്കാൻ പറ്റും. നമ്പർ ഓഫ് പാക്കേജ് കൂടുമ്പോൾ മാത്രമാണ് അതിനകത്ത് ചെറിയൊരു റേറ്റ് വ്യത്യാസം വരുന്നത്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 50 രൂപയുടെയൊക്കെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്തേക്കാണെങ്കിലും പാഴ്സൽ തന്നെയാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. കൊറിയറിനേക്കാൾ ഇന്ത്യ പോസ്റ്റിനേക്കാൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യണത് പാഴ്സൽ സർവീസ് തന്നെയാണ്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് നമ്മളെപ്പോഴും ഇന്ത്യ പോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങോട്ടേക്ക് വേറെ പാഴ്സൽ സർവീസ് അല്ലെങ്കിൽ കൊറിയർ സർവീസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമാണത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഉള്ളത് മാത്രം നമ്മൾ ഇന്ത്യ പോസ്റ്റിൽ അയക്കാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പാഴ്സലിൽ എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. പാഴ്സൽ റേറ്റ് വളരെയധികം കുറവാണ്. ഈ കുറവ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിനിമം ഒരു 40 മുകളിലേക്ക് എടുക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ കുറവ് കൊണ്ട് റിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് പാഴ്സൽ റേറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് അറിയാൻ പാടില്ല എത്ര വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ പോസ്റ്റിൽ എടുക്കുന്ന അത്ര റേറ്റ് ഒന്നും എന്തായാലും വരില്ല. ഇപ്പോൾ നിങ്ങളൊരു ക്വാണ്ടിറ്റി ഇന്ത്യ പോസ്റ്റിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന റേറ്റിന് എന്തായാലും പാഴ്സലിൽ വരില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് ഏപ്രിൽ 1 മുതൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചില കാര്യങ്ങളിലുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയിക്കാം. പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. അപ്പോൾ അത് നമ്മളത് ആലോചിച്ച് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ എന്തെങ്കിലും പറയണം. പാക്കേജിങ് സംബന്ധമായിട്ടോ ബില്ലിംഗ് സംബന്ധമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അവരെ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻസ്, അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് വരുത്തണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.